ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് വയർ ടാഗ് വെച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ഡബ്ബയിലാണ് ഞാൻ മക്കളുടെ പേനയും സ്കെച്ച് പെൻസിൽ ഇതെല്ലാം കീപ്പ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോക്സിൽ കീപ്പ് ചെയ്യാതെ ഡ്രോയിലാണ് നമ്മൾ ഒരുമിച്ചിടുന്നത് വെച്ചാൽ ബ്ലൂ ഇങ്കും ബ്ലാക്ക് ഇങ്കും റെഡ് ഇങ്കും ഒക്കെ ഡിസോർഡർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെ നമ്മൾ ഡ്രോയിൽ വെക്കുകയാണെങ്കിലും അതേപോലെ പ്ലാസ്റ്റിക് ഡബയിലാണ് വെക്കുന്നത് വെച്ചാലും ഒരു വയർ ടാഗ് വെച്ചിട്ട് നമ്മളൊന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കളറ് അതുപോലെ തന്നെ അവിടെ നിൽക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ അതാ റെഡാണ് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു ടാഗ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേനകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊന്നും മിക്സ് ആവുകയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിത് റെഡ് ഇതേപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മക്കളുടെ സ്കെച്ച് പെൻസിലുകൾ ബ്ലൂ ഇങ്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇത് ബോക്സിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഞാനിത് ടാഗ് വെച്ചിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം ബാലൻസുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മക്കളുടെ സ്കെച്ചും അതുപോലെ തന്നെ ബ്ലൂ ഇങ്കൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി 2-3 മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പല മക്കളും പല പെന്നായിരിക്കും യൂസ് ചെയ്യുക. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ട്രിക്കാണ് കേട്ടോ ഇത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊട്ടും ഡിസോർഡർ ആവാതെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. ഇതുപോലെയുള്ള ചാവിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും, കീ ചെയിനൊക്കെ മിസ്സായി പോയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒറ്റ ചാവിയൊക്കെ കൊണ്ട് നടക്കുന്ന സമയത്ത് അത് പോകാനുള്ള ചാൻസ് കൂടുതലാണല്ലേ അവിടെ എവിടെയും വെച്ച്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ആ ഒരു ചാവിയുടെ ഹോളിനുള്ളിലൂടെ ഒരു ടാഗ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് ടൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലൻസ് ഉള്ള ഭാഗം നമുക്ക് കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വലിയ ടാഗൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ലാവിഷായിട്ട് എടുക്കാനായിട്ട് പറ്റും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു ടാഗാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ചാവി ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. മാത്രമല്ല ഒരു ചാവി കീ ചെയിനൊന്നും ഇല്ലാതെ നമ്മൾ അവിടെ ഇവിടെയും വെച്ച് മിസ്സായി പോവാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ പൗച്ചാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ സിബിൻ്റെ ഹോൾഡർ പോയിട്ടുള്ള പൗച്ചോ അതല്ലെങ്കിൽ കുഞ്ഞു ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിബ് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ നല്ല പാടായിരിക്കും. അകത്ത് പിടിച്ചിട്ടാണല്ലോ നമ്മൾ സിബ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. അത് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു പൗച്ചോ ബാഗൊക്കെ യൂസ് ചെയ്യാൻ തന്നെ മടിയായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഇത്. ഇത് കളർ ടാഗൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ്. ആ ഒരു സിബിൻ്റെ ഉള്ളിലൂടെ ഞാനിതാ ഈ ഒരു ടാഗ് ഇതേപോലെ ഒന്ന് കടത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അത്രയും രീതിയിലൊന്ന് ചെറിയൊരു ഹോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ബാലൻസുള്ള ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ ടൈ ചെയ്തതിന് ശേഷം ബാലൻസുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടാഗിൽ പിടിച്ചിട്ട് സിബ് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം, അതേപോലെ തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ സിബിൻ്റെ പിടിയൊക്കെ പോയിട്ടുള്ള ബാഗോ പൗച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇരട്ട കാരണത്താൽ പലപ്പോഴും നമ്മുടെ പൗച്ചൊക്കെ നമ്മൾ ഒഴിവാക്കി പോവാറുണ്ട്. എന്നാൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്കത് ഒത്തിരി നാളെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് കിച്ചൺ ടവൽ. നമുക്ക് കിച്ചണിൽ ആണിയൊക്കെ ഉണ്ടെങ്കിൽ പോലും വെറും ആണിയിലാട്ടിയൊരു കിച്ചൺ ടവൽ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. ഞാനൊരു ടാഗ് എടുത്തിട്ടുണ്ട്. ആ ഒരു ടാഗ് ഞാൻ ഇതേപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ടൈ ചെയ്തെടുക്കുക. അപ്പോൾ വലിയ ടാഗ് ആണെങ്കിൽ ഒരൊറ്റ ടാഗ് കൊണ്ട് നമുക്ക് ഈ ഒരു ഉപകാരം നടക്കൂട്ടോ. എൻ്റെ കയ്യിൽ കുഞ്ഞതായതുകൊണ്ട് 2 വേണ്ടി വന്നു. ഞാൻ ആദ്യം ഇതൊന്ന് ഇതേപോലെ ടൈ ചെയ്തെടുത്തതിന് ശേഷം അതിനുള്ളിലൂടെ കിച്ചൺ ടവൽ ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആ ഒരു ടാഗ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതാ ടാഗ് ഞാൻ ആ ഒരു കിച്ചൺ ടവലിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ടാഗ് കൂടി ഞാൻ എടുത്തിട്ട് ആദ്യം നമ്മൾ കെട്ടിയിട്ടുള്ള ആ ഒരു ടാഗിനുള്ളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ടൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ ടാഗ് ആണെങ്കിൽ ഒരു ടാഗ് തന്നെ നമുക്ക് ധാരാളം മതിട്ടോ, വളരെ എളുപ്പത്തിൽ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റുകയും ചെയ്യും. ഇത് കുഞ്ഞതായതുകൊണ്ടാണ് എനിക്ക് 2 എണ്ണം യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. എന്നിട്ട് ഞാൻ ആ ഒരു ബാലൻസുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതൊന്ന് ഞാൻ അതിനുള്ളിലൂടെ കോർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാനിതാ കിച്ചണിലുള്ള ഒരു അണിയിൽ ഇതേപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചൺ ടവൽ അവിടെ ഇവിടെ വെക്കൊന്നും വേണ്ട, അതേപോലെ ഒരു പ്ലേസിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൈയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മൾ പാത്രമൊക്കെ വെക്കുന്ന കൈലാറ്റയില്ലേ, നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, നമ്മളിതിന് പറയുന്ന പേര് കൈലാറ്റയാണ് കേട്ടോ. ഇതിൽ ഇതേപോലെയുള്ള കമ്പികൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറേ തവികളോ അതല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ പ്ലേസ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. ഇതുപോലെയുള്ള കമ്പിയിൽ ഒത്തിരി ടാഗ് നമുക്ക് ഇതേപോലെ ഒന്ന് ടൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് തവികൾ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് മാത്രം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ വലിയൊരു തവിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. താഴെ പോവുമൊന്നുമില്ല, നമുക്ക് വീണ്ടും ഒരുപാട് നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി കിച്ചണിൽ സ്പേസൊക്കെ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ വയർ ടാഗ് വെച്ചിട്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാനൊരു ടാഗ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിത് ബാലൻസുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ ലേറ്റർ ഉണ്ടല്ലോ, അത് ഞാൻ ആ ഒരു ടാഗിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മുടെ ഗ്യാസിൻ്റെ ലേറ്ററൊക്കെ വെച്ചിട്ട് അത് വെച്ച് പോകുന്ന സ്ഥലം മറന്നു പോവാറുണ്ട് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് ഒരു പ്ലേസിൽ തന്നെ നമുക്കിത് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നമുക്കത് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പം ഞാനൊരു ടാഗ് ടൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഗ്യാസ് ലൈറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടാഗ് കൂടി എടുത്ത് നേരത്തെ നമ്മൾ ഗ്യാസ് ലൈറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ടാഗിനുള്ളിലൂടെ ഒന്ന് കൊടുത്തെടുത്ത് ടൈ ചെയ്തെടുക്കുന്നുണ്ട്. ബാലൻസുള്ള ഭാഗം ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ ടൈയുടെ ബാലൻസുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ആണിയിലൊന്ന് ഹാങ് ചെയ്തിടാണ്. ഇതുപോലെ വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ തവികളൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു കൈലാറ്റയിൽ ഇതുപോലെ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകും. അപ്പം ഞാൻ ഒരു റിമോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പോർഷന് എൻ്റെ ആ ഒരു പിടുത്തം വരുന്ന ഭാഗം ഉള്ളത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെപ്പോഴും ലൂസായിട്ടാണ് നിൽക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു വയർ ടാഗ് വെച്ചിട്ടോ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാറ്ററി അവിടെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്കിത് കുഞ്ഞ് ടാഗ് ആയതുകൊണ്ട് ഇതിന് എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. അതിനുള്ളിലൂടെ കോർത്ത് വലിച്ചെടുക്കാനുള്ളൊരു സ്പേസ് ആ ഒരു ടാഗിനില്ല. അപ്പോൾ വലിയ ടാഗാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ബാറ്ററി ലൂസായി പോവുകയൊന്നുമില്ല കേട്ടോ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഞാൻ എൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ പിടിക്കാനായിട്ട് ഒരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ, അത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ പിടിക്കാനുള്ള ആ ഒരു നൂല് ഒക്കെ പൊട്ടിപ്പോയിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. ഞാനൊരു ടാഗ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പിടുത്തം വരുന്നതിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ ഒന്ന് കോർത്തെടുത്തതിന് ശേഷം ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഉള്ള ഭാഗം നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് ടൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് തൂക്കി പിടിക്കാൻ പറ്റുകയും ചെയ്യും. നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഏറ്റവും ഭംഗി കളർ ടാഗൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വയർ ടാഗ് വെച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.